ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഔട്ട് വ്ളോഗാണ്. അപ്പം കുറേ ദിവസമായിട്ട് വിചാരിക്കണു ബത്തേരി വരെ ഒന്ന് പോയാലോ എന്ന്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഒരു സൺഡേ ദിവസം ഞങ്ങൾ 4 പേരും കൂടി എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ബത്തേരിക്ക് വേണ്ടി വണ്ടി കയറി ഗൈസ്. അപ്പം നമ്മൾ നേരെ പോയത് എസ് ഭാരതിലാണ്. നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ചുമ്മാ ഒന്ന് എസ് ഭാരതിൽ കയറി നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മെയിനായിട്ട് നമ്മുടെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചത് എസ് ഭാരതിയിൽ നിന്നായിരുന്നു ഗൈസ്. പിന്നെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി. സ്റ്റുഡിയോയിലേക്ക് പോകുന്നത് അറിയാമല്ലോ, നോട്ട് ഫോർ ഷോപ്പിംഗ്, ഓൺലി ഫോർ ഷോ ഓഫ്. അപ്പം നമ്മൾ അവിടെയുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളുടെയും വില പട്ടികകളൊക്കെ പരിശോധിച്ചതിന് ശേഷം അത്യാവശ്യം സെലക്ട് ചെയ്ത സാധനങ്ങളുമായിട്ട് ട്രയൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ട്രയൽ ചെയ്യുന്നത് വെറുതെ ഓൺലി ഫോർ ഷോ ഓഫ്. പിന്നെ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എയർപോർട്ടിലെ ചെക്കിങ് പോലെ ഭയങ്കര ചെക്കിങ്ങും അതും ഇതുമൊക്കെ പോലെ എനിക്ക് തോന്നി. പിന്നെ നമ്മൾ കയ്യിൽ സെലക്ട് ചെയ്ത കുറച്ച് സാധനങ്ങൾ എടുത്ത് ഇതുപോലെ വീഡിയോയും ഒക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ ഐഡിയയിലേക്ക് പോയി. എനിക്ക് ലിപ്സ്റ്റിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സംഭവമൊന്നും അവിടെ ഇല്ലായിരുന്നു. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നീട് അവിടെ നിന്ന് സ്പ്രേ ഒക്കെ ഇരിക്കുന്നുണ്ട്, ചുമ്മാ അടിച്ചു നോക്കി. പിന്നെ കമ്മലായി, വളയായി, മാലയായി, അങ്ങനെ. പിന്നെ ഒരു കാര്യം ഇല്ലാണ്ട് നമ്മൾ മെൻസിൻ്റെ ഫ്ലോറിലും കയറി ചുമ്മാ ഒന്ന് നിരങ്ങി ഇറങ്ങി. 1.5 മണിക്കൂർ സ്റ്റുഡിയോയിൽ വിരകിയിട്ട് അവസാനം നമ്മൾ വാങ്ങിച്ചത് ഈ 300 രൂപയുടെ ഒരു ചെരുപ്പ് മാത്രമാണ്. അത് പ്രിയ മാത്രം, ഞങ്ങൾ ആരും ഒന്നും വാങ്ങിച്ചില്ല ഗൈസ്. കാര്യം എസ് ഭാരതിൽ തന്നെ ഞങ്ങളുടെ എല്ലാ പൈസയും പൊട്ടിയിരുന്നു. പിന്നീട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ജൂബറിയിലേക്കാണ് പോയത്. എന്തായാലും ബത്തേരി വരെ വന്നു, എന്തായാലും നമ്മുടെ നനഞ്ഞു, ഇനിയിപ്പോൾ കുളിച്ച് കയറിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ഇതുപോലെ ചെറിയ ഒരു ലൈറ്റായിട്ട് ഫുഡ് അടിച്ചു. ജൂബറി ഇത് പുതിയൊരു ഔട്ട്ലെറ്റാണ് ജൂബിലിയുടെ. നമ്മുടെ സുൽത്താൻ ബത്തേരിയിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ നമ്മളൊരു ക്രഞ്ചി ബർഗറിനായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ അതിനൊരു ഓൾമോസ്റ്റ് 50 മിനിറ്റ്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ കുടിക്കാൻ ഓർഡർ ചെയ്തത് ആദ്യം പോരട്ടെ എന്ന് വിചാരിച്ച്, വെറുതെ ഇരിക്കണ്ടല്ലോ. പിന്നെ നമ്മൾ ബർഗറൊക്കെ തട്ടി പെട്ടെന്ന് തന്നെ പ്ലേറ്റ് കാലിയാക്കി. കാര്യം അപ്പം തന്നെ അത്യാവശ്യം നന്നായിട്ട് ലേറ്റ് ആയിരുന്നു. അങ്ങനെ ബില്ലും പേ ചെയ്ത് അവിടുത്തെ ഷോയും കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങിയപ്പോൾ ദേണ്ട പോകുന്നുണ്ട് ആ ഒരു പുൽപ്പള്ളി ബസ്. അതിന് പിന്നെ പ്രിയ ചാടി ചേസ് ചെയ്ത് പിടിച്ചു. അങ്ങനെ അകത്തേക്ക് കയറി. പിന്നെ എന്തായാലും നമ്മളൊരു 6:45 കഴിഞ്ഞതുകൊണ്ട് ബസ്സിലധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളൊരു 7:30, 7:45 ഓൾമോസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ മുള്ളൻകൊല്ലിയിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ തട്ടകം. അങ്ങനെ നമ്മൾ ഇവിടേക്ക് എത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ.